ചരിത്രപരമായ ഒരു ചുവടുവയ്പുമായി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ CNIയിലെ ആദ്യ വനിതാ ബിഷപ്പ് ചുമതലയേറ്റു. ഒഡീഷയിലെ ഫുൽബാനി രൂപതയുടെ ബിഷപ്പായി റവറൻ വയലറ്റ് നായക് ചുമതലയേറ്റു. പദവിയിലെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ബിഷപ്പ് റവറൻ വയലറ്റ് നായക് 24 പറഞ്ഞു. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും സാന്നിധ്യമുള്ള ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ രൂപീകരിച്ച് 54 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഡൽഹിയിലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ നടന്ന ചടങ്ങിൽ റവറൻ വയലറ്റ് നായക് ബിഷപ്പായി ചുമതലയേറ്റു. ഒഡീഷയിലെ ഫുൽബനി ഭദ്രാസനത്തിലെ ബിഷപ്പായാണ് റവറൻ വയലറ്റ് സ്ഥാനമേറ്റത്. പദവിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമെന്ന് ബിഷപ്പ് റവറൻ വയലറ്റ് നായക് 24 പറഞ്ഞു. Actually, I'm so happy about all these things. I'm so proud of my area, and especially Church of North India has given me the chance to opportunity have a men's bishop. Thus, I am so grateful to them. And as for my moderators, office bearers, and all the bishops also. 2008-2010 കാലഘട്ടത്തിൽ ഒഡീഷയിൽ വർഗീയ കലാപം നടന്ന കാണ്ടമാൽ ജില്ലയിലാണ് ഫുൽബാനി രൂപത. പ്രദേശത്ത് സമാധാന ശ്രമങ്ങൾക്കും ഐക്യത്തിനും മുൻകൈയെടുത്ത ആത്മീയ നേതാവാണ് വയലറ്റ് നായക്. സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വനിതകൾ മുമ്പിലേക്ക് വരണമെന്നുള്ളതൊരു ആവശ്യമാണ്. ആഗോള സഭ, ആംഗ്ലിക്കൻ സഭയെല്ലാം മുൻപേ തന്നെ സ്ത്രീകൾ ഈ സ്ഥാനത്തേക്ക് വന്നതാണ്, എപ്പിസ്കോപ്പസിയിലേക്ക് വന്നതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഇപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ 2013 സ്ത്രീകൾ ഒരു ലേഡി ബിഷപ്പ് ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയെന്നേ മാത്രമേ ഉള്ളൂ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ 2013 ആദ്യ വനിതാ ബിഷപ്പ് പുഷ്പലളിത സ്ഥാനമാരോഹണമേറ്റ് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലും വനിതാ ബിഷപ്പ് എത്തുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.